ഹലോ നമസ്കാരം. നാളത്തെ മുമ്പേടി നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രേവതിക്കുട്ടിയും മാമച്ചായനും കൂടി ടോണിയെ കണ്ട് കുറച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞു വന്നേക്കാണ്. അവർ വന്ന കാര്യം എന്താണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രമേശൻ നായർ വീണ്ടും വരുന്നുണ്ട് രേവതിക്കുട്ടിയെ കാണാനായിട്ട്. ഗ്രേസമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. രമേശൻ നായർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ശരിക്കും അയാളുടെ വീട്ടിലെ കുട്ടിയാണ് രേവതിക്കുട്ടിയെങ്കിൽ വിട്ടു കൊടുക്കേണ്ടി വരുമോ, രേവതിക്കുട്ടിയെ പറഞ്ഞയക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് ഗ്രേസമ്മ പക്ഷെ അത് പുറത്ത് കാണിക്കാതെ രേവതിക്കുട്ടിയെ മറ്റൊരു കാര്യം പറഞ്ഞിങ്ങനെ നിർത്തുകയാണ്. കാരണം ഇങ്ങനെ വരുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ രമേശൻ നായരെ കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് അയാളൊരു ജെനുവിൻ പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് പറയുന്നത് അങ്ങനെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുകയും അങ്ങനെ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രേസമ്മ പോയി ഡോറ് തുറക്കുന്നുണ്ട്. അങ്ങനെ രമേശൻ നായരോട് എത്ര നല്ല രീതിയിലൊന്നുമല്ല ഗ്രേസമ്മ പെരുമാറുന്നത്. രമേശൻ നായരാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പണ്ട് മുതലേ പരിചയമുള്ള ആൾക്കാരെ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ രമേശൻ നായർ ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് ഇരുന്നോട്ടെ, ഞാൻ കുറച്ച് പ്രായമുള്ള ആളല്ലേ, ഞാനത് പറയാൻ മറന്നു, ഇരുന്നോളൂ എന്ന് പറയണം. അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ അന്ന് വന്നപ്പോൾ നിങ്ങൾ എന്നോടൊരു കള്ളം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് രമേശൻ നായർ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രേവതിക്കുട്ടിയുടെ കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഗ്രേസമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ, ഞാൻ അന്ന് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇവിടെ നിർത്തിയ പെൺകുട്ടിക്ക് 36 വയസ്സാണെന്ന്, ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പരുങ്ങി പോവുകയാണ് ഗ്രേസമ്മ. അപ്പോൾ രമേശൻ നായർ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ വല്ല തട്ടിപ്പുകാരനാണോ അല്ലെങ്കിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന റാക്കറ്റാണോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പിന്നെ പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചിന്തിക്കാമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അവിടെ ത്യാഗഭവനിൽ പോയിരുന്നു. അത് മാത്രമല്ല, ഞാൻ വീണ്ടും കഴക്കൂട്ടത്ത് പോയി. അപ്പോഴാണ് അവിടെ നിന്ന് എനിക്ക് വിവരം കിട്ടി, ശരിക്കും പറഞ്ഞാൽ രേവതിക്കുട്ടി എന്ന് പറഞ്ഞ കുട്ടിക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതും എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അവളെ വിട്ടുതരാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകാം. എന്താണെങ്കിലും അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് അവളെ ഒന്ന് കാണണം, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം, ഞങ്ങളുടെ കുട്ടിയാണോ എന്ന് എനിക്കൊന്ന് ഉറപ്പ് വരുത്തണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാമച്ചാനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഗ്രേസമ്മ. അങ്ങനെ ഗ്രേസമ്മ നേരെ ചെന്ന് മാമച്ചാനെ വിളിക്കേണ്ടേ, മാമച്ചായ ഒന്ന് വന്നേ ഇങ്ങോട്ട്, അവിടെ അയാൾ വീണ്ടും വന്നേക്കുന്നു എന്ന് പറയാണ്. ആര് വീണ്ടും വന്നു, എന്താ നീ പറയണത് എന്ന് ചോദിക്കുമ്പോൾ, അന്ന് വന്നില്ലേ രേവതിക്കുട്ടി അന്വേഷിച്ചിട്ട് ഒരു രമേശൻ നായർ കിളിമാനൂരിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞില്ലേ, അയാൾ ഇതേ വീണ്ടും വന്നേക്കുന്നു എന്ന് പറയണം. അയാൾ വീണ്ടും വന്നോ, വീണ്ടും അയാൾ എന്തിനാ വന്നത്, അന്ന് നമ്മൾ രേവതിക്കുട്ടിക്ക് 36 വയസ്സ് എന്നല്ലേ നീ പറഞ്ഞത്, പിന്നെ അയാളത് വിശ്വസിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളത് വിശ്വസിച്ചില്ല. അയാൾ ത്യാഗഭവനിൽ പോയി ചിന്നുകുട്ടിയെ ആക്കിയ സ്ഥലത്തില്ലേ, അവിടെ പോയിട്ട് അന്വേഷിച്ചു. അങ്ങനെ അവിടെ നിന്നാണ് സിസ്റ്റർ വിളിച്ച് രേവതിക്കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അന്ന് രേവതിക്കുട്ടി നമ്മളോട് ചോദിച്ചില്ലേ എന്നെ കാണാൻ ആരാ ഇവിടെ വന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇതിപ്പോൾ അയാൾ എന്തിനാണ് വന്നത്, അയാൾ വീണ്ടും കഴക്കൂട്ടത്ത് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞയച്ച കുട്ടികളുടെ പ്രായമൊക്കെ അന്വേഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന രേവതിക്കുട്ടിക്ക് 36 വയസ്സില്ല എന്നുള്ളത് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാമച്ചായൻ ഒന്ന് വന്ന് എനിക്ക് ആകെ പേടിയാവുന്നു, രേവതിക്കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോവുമോ, രേവതിക്കുട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും, ഇപ്പോൾ രേവതിക്കുട്ടി വന്നതിന് ശേഷമല്ലേ നമ്മളാകെ കുറച്ച് സന്തോഷിക്കാനൊക്കെ തുടങ്ങിയത് എന്ന് പറയണം. അപ്പോൾ മാമച്ചാൻ പറയുന്നുണ്ട്, നമ്മളങ്ങനെ കടുംപിടുത്തം പിടിക്കാനൊന്നും പറ്റത്തില്ല, കാരണം അവരുടെ കുട്ടിയാണ് രേവതിക്കുട്ടിയെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നേക്കാം എന്ന് പറയുമ്പോൾ, എൻ്റെ മാമച്ചായ ഒന്നിങ്ങനെ പേടിപ്പിക്കാതെ മാമച്ചായൻ ഒന്നിങ്ങോട്ട് വന്നേ, അയാൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാമച്ചായനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഗ്രേസമ്മ. അപ്പോൾ മാമച്ചായൻ വരുമ്പോൾ രമേശൻ നായർ പറയുന്നുണ്ട്, ഇപ്പോൾ എഴുന്നേൽക്കുന്നുള്ളൂ, എന്ത് പറ്റി, കാലിന് വേദനയാണെന്ന് പറഞ്ഞു, വൈഫ് പറഞ്ഞു എന്ന് പറയണം. എനിക്ക് കാലിന് ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് പറയുമ്പോൾ, കിളിമാനൂർ നല്ലൊരു വൈദ്യനുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് കാണിക്കാം, നല്ല വൈദ്യനാണ്, പെട്ടെന്ന് ഭേദമാവുകയും ചെയ്യും എന്ന് പറയണം. അപ്പോൾ ഞാൻ നേരത്തെ വൈഫിനോട് പറഞ്ഞിരുന്നു, അപ്പോൾ ഇവിടെ ചികിത്സിക്കാനാണോ വന്നത് എന്ന് എന്നെ പരിഹസിക്കും. ഞാൻ പക്ഷേ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ അസുഖമാണെന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയണം.
അപ്പോൾ നമ്മുടെ മാമച്ചായൻ പറയുന്നത് ഞാനിപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റിലാണ്, മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ തണുപ്പ് ഇങ്ങോട്ട് കൂടുന്ന സമയത്ത് വേദന ഇത്തിരി കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് മാമച്ചായൻ. അതിനൊക്കെ ബെസ്റ്റാണ് അവിടുത്തെ വൈദ്യൻ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് വന്ന് കണ്ടു നോക്കൂ, അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമായിക്കോളും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്താ വീണ്ടും വന്നത് എന്ന് രമേശൻ നായരോട് മാമച്ചായൻ ചോദിക്കുമ്പോൾ, ഞാൻ വന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം, എൻ്റെ മോൻ്റെ കുട്ടിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ മോൻ്റെ കുട്ടി അവിടെ ഓർഫനേജിൽ വളരുക, നിങ്ങളുടെ മോൻ്റെ കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെയല്ലേ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, അതൊക്കെ ഒരു ഭയങ്കര കഥയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയണം. എന്നാലും നിങ്ങളുടെ മകൻ്റെ കുഞ്ഞാണെന്ന് നിങ്ങൾ ഇപ്പോഴാണോ അന്വേഷിച്ച് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രമേശൻ നായർ പറയുന്നുണ്ട്, എൻ്റെ മകന് ഒരു പ്രണയമുണ്ടായിരുന്നു, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ അന്നത്തെ പ്രതാപവും പത്രാസും ഒക്കെ ഉള്ളത് കാരണം ആ ബന്ധത്തിന് ഞങ്ങളാരും അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുകയും കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ച് അവൾ ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടായത്. ഒരു കണക്കിന് പറഞ്ഞാൽ ആ മരണത്തിന് ഉത്തരവാദി ഞങ്ങളൊക്കെയാണ്. എൻ്റെ മകൻ അതിൽ യാതൊരു മനസ്സറിവുമില്ല, അവനൊരുപാട് നിർബന്ധം പിടിച്ചതാണ് അവളെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ അന്നത്തെ പ്രതാപത്തിൻ്റെ പുറത്ത് ഞങ്ങളാരും അതിന് സമ്മതിച്ചില്ല, അതാണ് ഉണ്ടായത്. പക്ഷേ അവൻ ഞങ്ങളോട് പകരം വീട്ടി, പിന്നീട് അവനൊരു വിവാഹമേ കഴിച്ചില്ല. പക്ഷേ ആ കുഞ്ഞിനെക്കുറിച്ച് ഈ അടുത്താണ് ഞങ്ങൾ അറിയുന്നത്, ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിരുന്നു എന്നും ആ കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ ഈ അടുത്താണ് അറിയുന്നത് എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മാമച്ചാനും ഗ്രേസമ്മയും ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അന്ന് അനുവദിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ ആ ഓർഫനേജിൽ 18 വർഷം വളരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ, നിങ്ങളുടെ മകൻ്റെ ജീവിതവും ഇല്ലാതായി പോവില്ലായിരുന്നല്ലോ, എല്ലാത്തിനും കാരണക്കാർ നിങ്ങൾ തന്നെയല്ലേ, എന്നിട്ട് ഇപ്പോൾ ആ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നേക്കുന്നു, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ വരാനായിട്ട് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്, കാരണം എൻ്റെയും എൻ്റെ ബന്ധുക്കളുടെയും കടംപിടുത്തം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. എൻ്റെ മകൻ്റെ ജീവിതം എന്നിട്ട് ശരിയായോ? ഇല്ല, അവനെ വേറെ വിവാഹം കഴിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അവൻ വാശിയിൽ തന്നെ നിന്നു, വേറെ വിവാഹം കഴിക്കില്ല എന്ന്. അന്നൊക്കെ ഞങ്ങളും വാശി പിടിച്ചു, നീ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഞങ്ങളുടെ വിചാരം അവൻ കുറച്ച് കഴിഞ്ഞാൽ മനസ്സൊക്കെ മാറി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്നായിരുന്നു. പക്ഷേ അവളുടെ മരണശേഷം, അവളുടെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഇനി ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോവില്ല എന്ന് അവൻ സ്വയം തീരുമാനിച്ചു. അവൻ പിന്നീട് മദ്യപാനവും അങ്ങനെ ഒക്കെ തുടങ്ങി അതിനൊക്കെ അഡിക്റ്റായി, അങ്ങനെ അവൻ്റെ ജീവിതം അവൻ അങ്ങനെ കളഞ്ഞു എന്ന് പറയണം. അതിനൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളല്ലേ നിങ്ങളുടെ മകൻ്റെ ജീവിതവും മകൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമൊക്കെ ഇല്ലാതാക്കിയത് എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പിന്നെ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെ മദ്യത്തിന് അഡിക്റ്റായിട്ടും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അവന് കിഡ്നി ഫെയിലിയറാണ്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് കാരണം ഇനി രക്ഷയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഡയാലിസിസ് ചെയ്തു, കിഡ്നി മാറ്റി വെക്കാൻ നോക്കി, പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ഇപ്പോൾ അവൻ മരണത്തിന് മല്ലിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം എന്നുള്ളത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓടി നടക്കുന്നത്, അതെങ്കിലും എനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തുന്നത് എന്ന് പറയാണ് രമേശൻ നായർ. അത് കേൾക്കുമ്പോൾ ഇവർക്കാകെ ഭയം തോന്നുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയുടെ അച്ഛനാണോ അല്ലെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ ഇവർ വന്ന് പറയുന്ന കാര്യം കേട്ടിട്ട് ഇനിയിപ്പോൾ അതിന് അനുവദിച്ചിട്ടില്ലെങ്കിൽ അതും പ്രശ്നമല്ലേ. അപ്പോൾ ഇവർ ഗ്രേസമ്മ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവത്തില്ല, നിങ്ങൾ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ അത് രേവതിക്കുട്ടി ആവാനൊന്നും വഴിയില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞ സാഹചര്യവും ആ കുഞ്ഞിനെ ഏൽപ്പിച്ചതും വയസ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ 18 വയസ്സുള്ള ഒരേ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, അത് രേവതിക്കുട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പിൽ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചാനും മുഖാമുഖം നോക്കുകയാണ് എന്താ ഇനിയിപ്പോൾ വേണ്ടതെന്ന്. അപ്പോൾ രമേശൻ നായർ ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു വട്ടം ഒന്ന് കണ്ടാൽ മതി, കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഞങ്ങളുടെ കുട്ടിയാണോ എന്നുള്ളത്. ഒരു പക്ഷേ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ടെസ്റ്റും ഇക്കാലത്ത് നടത്താമല്ലോ, DNA ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കുട്ടിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾക്ക് ഇനി അവളൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവളെ
കൊണ്ടുപോയിക്കോളാം. അതെല്ലാം അവൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു വട്ടമെങ്കിലും എൻ്റെ മോൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവളെ ഒന്ന് നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവളെ ഒന്ന് വിളിക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഗ്രേസമ്മേ രേവതിക്കുട്ടി ഒന്ന് വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വേണോ മാമച്ചായൻ ചോദിക്കുമ്പോൾ, നീ വിളിക്ക്, ഇവരൊന്ന് കാണട്ടെ, കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അമ്മ അങ്ങനെ മനസ്സോടെ ഗ്രേസമ്മ പോയി രേവതിക്കുട്ടീനെ വിളിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട്, അയാൾ പറയുന്നത് അയാളുടെ മകൻ്റെ കുഞ്ഞാണോ നീ എന്ന് അവർക്ക് സംശയമുണ്ടെന്നാണ്. അപ്പോൾ അതിനാണ് അയാൾ വന്നേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ കേട്ടു ആൻറ്റി, അയാൾ പറയണതൊക്കെ ഞാൻ കേട്ടു എന്ന് പറയണം. അപ്പോൾ എന്നാൽ നീ അങ്ങോട്ടേക്കൊന്ന് വാ എന്ന് പറയുമ്പോൾ, ആൻറ്റി അത് വേണോ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, നീ ഇങ്ങോട്ടേക്കൊന്ന് വാ എന്ന് പറഞ്ഞ് ഗ്രേസമ്മ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പുറകെ രേവതിക്കുട്ടിയും കൂടി വരികയാണ്. അപ്പോൾ രേവതിക്കുട്ടി വരുന്നത് കണ്ടപ്പോൾ രമേശൻ നായർ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. അപ്പോൾ അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ ഇത് തൻ്റെ കുട്ടിയാണ് എന്നുള്ളൊരു തോന്നൽ വരികയാണ്. അതായത് മരിച്ചുപോയ രേവതിക്കുട്ടിയുടെ അമ്മയുടെ ഒരു മുഖസാദൃശ്യം അയാൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി അടുത്തേക്ക് വരുന്ന സമയത്ത് മാമച്ചായൻ പറയുന്നുണ്ട്, ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന രേവതിക്കുട്ടി, ഇവളെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ദത്തെടുത്ത് വളർത്തുന്നത് എന്ന് പറയണം. അപ്പോൾ രമേശൻ നായരാണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, രേവതിക്കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. രേവതിക്കുട്ടിയാണെങ്കിൽ രമേശൻ നായർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൻ്റെ ആരെങ്കിലും ആണോ, തൻ്റെ മുത്തശ്ശനാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ. അപ്പോൾ രമേശൻ നായർ പിന്നെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്, രേവതിക്കുട്ടി ഇങ്ങോട്ടേക്ക് വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസമ്മയെ നോക്കുമ്പോൾ ഗ്രേസമ്മ തല ഇങ്ങനെ താഴ്ത്തുകയാണ്. മാമച്ചായൻ പറയുന്നുണ്ട് ചെല്ല് എന്ന് പറയണം. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മോളെ അന്വേഷിച്ചാണ് ഈ മുത്തശ്ശൻ വന്നത്, എൻ്റെ മകൻ്റെ കുഞ്ഞാണോ എന്നുള്ളൊരു സംശയത്തോട്. പക്ഷേ നിന്നെ കണ്ട നിമിഷം തന്നെ എനിക്ക് ആ സംശയം മാറി, നീ എൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ യാചിക്കുകയാണ്, മോൾ എൻ്റെ കൂടെ വരണം, മോളുടെ മുത്തശ്ശനാണ് ഞാൻ, മോളുടെ അച്ഛൻ്റെ അച്ഛനാണ് ഞാൻ, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു പോയി, മോളെ ഒരു ഓർഫനേജിൽ വളരേണ്ടി വന്നു, അതൊക്കെ ഈ മുത്തശ്ശൻ്റെ തെറ്റുകൊണ്ടാണ്. പക്ഷേ അതിനൊക്കെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മുത്തശ്ശൻ മാത്രമല്ല, മോളുടെ അച്ഛനും കൂടിയാണ്. സ്വയം എരിഞ്ഞടങ്ങുകയാണ്. അവസാനമായിട്ട് മോളെ ഒന്ന് കാണണമെന്നാണ് മോളുടെ അച്ഛൻ്റെ ആഗ്രഹം, അതെങ്കിലും എനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം, മോൾ എൻ്റെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് രമേശൻ നായരോട്, മാമച്ചായൻ പറയാണ്, നിങ്ങൾ പറയണതൊക്കെ ശരിയാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അഡ്രസ്സ് തന്നിട്ട് പോ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രമേശൻ നായർ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതിയ ഒരു കാർഡ് എടുത്തിട്ട് മാമച്ചായന് കൊടുക്കുകയാണ്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, നിങ്ങളൊന്ന് വരുമ്പോൾ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയണം. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയണം. എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ, നിങ്ങൾ വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഇറങ്ങുകയാണ്. എൻ്റെ മോന് മരിക്കുന്നതിന് മുൻപ് അവളെ ഒന്ന്, എൻ്റെ മോൻ്റെ കൊച്ചിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നത്, നിങ്ങൾ വരുമെന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് രമേശൻ നായർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിനുശേഷം ആ സമയത്ത് രേവതിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശൻ പോട്ടെ മോളെ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി തലയാട്ടുന്നുണ്ട്. മോള് വരുമെന്ന പ്രതീക്ഷയിലാണ് മുത്തശ്ശൻ പോണത്, മുത്തശ്ശനെ നിരാശനാക്കരുത് കേട്ടോ, മോളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, ഒരു വട്ടമെങ്കിലും വന്ന് കണ്ടിട്ട് പോ, പിന്നീട് നീ വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രമേശൻ നായർ ഇറങ്ങുകയാണ്. അപ്പോൾ രമേശൻ നായർ പോയതിന് ശേഷം രേവതിക്കുട്ടി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ ഇപ്പോൾ സംഭവിച്ചത് എന്നറിയാത്ത ഒരു ഇതിൽ കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാമച്ചായ, ഇതിനെപ്പറ്റി അന്വേഷിച്ച് നമ്മൾ ഇനി രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വരട്ടെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കട്ടെ, അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ, എനിക്കറിയില്ല ആൻറ്റി എന്താ വേണ്ടതെന്ന്, ആൻറ്റി മംഗളും എന്ത് തീരുമാനിക്കുന്നോ അതിനൊപ്പം ഞാൻ നിൽക്കും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്.